ഇനിയൊരു ബി.ജെ.പി. സർക്കാർ മണിപ്പൂരിൽ കണി കാണാൻ കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മോദി മണിപ്പൂരിൽ നിന്നും തിരികെ യാത്ര തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലത്തോളം മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മോദി, അവരെ പറ്റി ഒരക്ഷരം പറയാത്ത മോദി 7300 കോടി രൂപയുടെ വികസനങ്ങളുമായി മണിപ്പൂരിലേക്ക് ഇപ്പോൾ പോയത് എന്തിനായിരിക്കും? അതെ, വോട്ടിന് വേണ്ടി മാത്രം. മോദിക്കെന്നും ഭരണവും വോട്ടും മാത്രമാണ് വലുത്. സമാധാനമായിട്ട് ഇരിക്കൂ എന്ന മോദിയുടെ ഇപ്പോഴത്തെ ഈ ആശ്വാസവാക്കുകൾ ഒരിക്കലും ആത്മാർത്ഥതയിൽ നിന്നോ സ്നേഹത്തിൽ നിന്നോ വന്നതല്ല. അത് അധികാരക്കൊതിയിൽ നിന്നും മാത്രം വന്നതാണ്. ഇപ്പോഴത്തെ മോദി ചെന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ ബി.ജെ.പിക്കാർക്ക് തെറ്റിയെന്ന് മാത്രമല്ല, പണിപ്പാളി എന്ന് കൂടി പറയണം. മണിപ്പൂരിൽ മോദി എത്തും മുൻപ് 43 ബി.ജെ.പി. പ്രവർത്തകരാണ് രാജിവെച്ചത്. ഉക്രൂർ ജില്ലയിലെ ഫംഗ്യർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ്, മഹിളാ മോർച്ച, കിസാൻ മോർച്ച, യുവമോർച്ച എന്നിങ്ങനെ 43 പേരാണ് രാജിവെച്ചത്. നിലവിൽ പാർട്ടിയുടെ അവസ്ഥ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നു എന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തുകയാണ്. നിലവിൽ മണ്ഡലത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനിടയിൽ പടലപ്പിണക്കങ്ങൾ തുടർക്കഥയുമാവുകയാണ്. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിലുള്ള ബി.ജെ.പി. ശ്രമങ്ങൾ തിരിച്ചടി നേരിട്ട് വരികയാണ്. കുക്കികൾക്ക് പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശം വേണമെന്നാവശ്യപ്പെട്ട് കുക്കീസ് സോ കൗൺസിൽ പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. ഇതേ ആവശ്യവുമായി കുക്കി മേഖലയിൽ നിന്നുമുള്ള 7 ബി.ജെ.പി. എം.എൽ.എമാരും പ്രധാനമന്ത്രിയോട് ആവശ്യം ഉന്നയിച്ചു വരികയാണ്. 10 കുക്കി എം.എൽ.എമാർ ഒപ്പിട്ട നിവേദനം മോദിക്ക് ഇവർ സമർപ്പിച്ചു കഴിഞ്ഞു. അതേസമയം മോദി വരുന്നതിന് മുൻപ് വലിയ സംഘർഷങ്ങളാണ് ആ സംസ്ഥാനം കണ്ടത്. അതേസമയം മോദിയുടെ മണിപ്പൂർ സന്ദർശനം വെറും പ്രഹസനം എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനം. മോദിയുടെ രാജധർമ്മം എവിടെയാണെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ നിലവിളി കേൾക്കുന്നതിൽ നിന്നുമുള്ള ഭീരുത്വം നിറഞ്ഞ ഒളിച്ചോടലാണ് യാത്ര. 2022 തെരഞ്ഞെടുപ്പിനായാണ് മോദി ഒടുവിൽ മണിപ്പൂരിലെത്തിയത്. മണിപ്പൂർ കലാപത്തിന് ശേഷം 46 വിദേശയാത്രകൾ നടത്തി. സ്വന്തം പൗരന്മാരോട് 2 വാക്കുകളെ സഹതാപം പ്രകടിപ്പിക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്നും ഖാർഗെ പ്രതികരിക്കുകയാണ്. മണിപ്പൂരിൽ നിങ്ങളുടെ 3 മണിക്കൂർ സന്ദർശനം സഹാനുഭൂതിയോടെ ഉള്ളതല്ല, അത് പ്രഹസനവും അവിടുത്തെ ജനതയോടുള്ള കടുത്ത അപമാനവുമാണ്. ഇന്ന് ഇംഫാലിലും ചുരാങ്പൂരിലും നിങ്ങൾ നടത്തുന്ന റോഡ് ഷോ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളുടെ നിലവിളി കേൾക്കുന്നതിൽ നിന്നുമുള്ള ഒരു ഭീരുത്വം നിറഞ്ഞ രക്ഷയില്ലാതെ മറ്റൊന്നുമല്ല. 864 ദിവസത്തെ അക്രമം, 300 ജീവൻ നഷ്ടപ്പെട്ടു, 1500-ലധികം പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം നിങ്ങൾ 46 വിദേശയാത്രകൾ നടത്തി. പക്ഷേ നിങ്ങളുടെ സ്വന്തം പൗരന്മാരോട് 2 വാക്ക് പങ്കിടാൻ ഒരു സന്ദർശനം പോലും നടത്തിയില്ല. മണിപ്പൂരിലേക്കുള്ള നിങ്ങളുടെ അവസാന സന്ദർശനം ജനുവരി 2022-ലാണ്. തെരഞ്ഞെടുപ്പിനായി അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകളാണ്. സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്തേണ്ടത് ബി.ജെ.പി.ആണ്. ദേശീയ സുരക്ഷയ്ക്കും അതിർത്തി പെട്രോളിംഗിനും ഉത്തരവാദി നിങ്ങളുടെ സർക്കാരാണെന്നും മറക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മോദിയുടെ വരവ് അവസരം മുതലെടുക്കാനാണ് എന്നുള്ളത് ഉറപ്പാണ്.